നമസ്കാരം. നമ്മുടെ കുടുംബത്തിലെ ഒരു വിശേഷ ദിനം, നമ്മുടെ ജീവിതത്തിലെ ഒരു വിശേഷ ദിനം, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലെ ഒരു വിശേഷ ദിനം. ഈ ദിവസങ്ങളിൽ നമ്മൾ ലളിതാ സഹസ്രനാമം നന്നായി ഭഗവതിയോട് ഒത്തുചേർന്ന് ജപിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള വിധി എന്ത്? ദൈനംദിനേന നമ്മൾ ജപിക്കുന്നുണ്ട്. എന്നാൽ ഈ മേൽപ്പറഞ്ഞ വിശേഷ ദിനങ്ങളിൽ, വിശേഷ ഉത്സവങ്ങളിൽ നമുക്ക് ഭഗവതിയുടെ ഈ ലളിതാ സഹസ്രനാമം ഒന്ന് പ്രത്യേകമായി ജപിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് ഒരു വിധി? ഇനി ദൈനംദിനേന ജപിക്കാൻ സാധിക്കുന്നില്ല, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എനിക്ക് നന്നായി ഭഗവതിയോട് ഒത്തുചേർന്ന് ജപിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് വിധി? അതിനുള്ള ഒരു വിധിയാണ് ഇവിടെ പറയുവാൻ പോകുന്നത്. ഈ വിധി അനുഷ്ഠിക്കേണ്ടത് ഏതു ദിവസമാണോ നാം ഇത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ആ തലേ രാത്രിയുടെ 4-ാം യാമത്തിൽ നമ്മൾ എഴുന്നേൽക്കണം. 4-ാം യാമം എന്ന് പറയുന്നത് വെളുപ്പിന് ഏതാണ്ട് 3 മണിക്കും 6 മണിക്കും ഇടയിലുള്ള സമയമാണ്. നമ്മുടെ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച്, ശാസ്ത്രമനുസരിച്ച് ഒരു ദിനം തുടങ്ങുന്നത് രാത്രി 12 മണിക്ക് ശേഷമല്ല, മറിച്ച് പ്രഭാതത്തോടു കൂടിയാണ്. ഒരു പ്രഭാതം മുതൽ അടുത്ത പ്രഭാതത്തിന് മുൻപ് വരെയുള്ള സമയമാണ് ഒരു ദിനം. അപ്പോൾ 4-ാം യാമം, തലേ രാത്രിയുടെ 4-ാം യാമം എന്ന് പറയുമ്പോൾ ഇന്ന് വെളുപ്പിനെ 3 മണിക്കും ഏതാണ്ട് 6 മണിക്കും ഇടയ്ക്കുള്ള സമയത്ത്, ഈ 3 മണിക്കും 6 മണിക്കുമുള്ള സമയത്ത് നമ്മൾ എഴുന്നേൽക്കണം. ഒരു യാമം എന്ന് പറയുന്നത് 7.5 നാഴികയാണ്, ഏതാണ്ട് 3 മണിക്കൂറാണെന്ന് പറഞ്ഞു. രാത്രിക്ക് 4 യാമങ്ങളുണ്ട്. അപ്പോൾ ഈ രാവിലെ 3 മണിക്കും 6 മണിക്കുമുള്ള സമയത്ത് എഴുന്നേറ്റിട്ട് ദൈനംദിന കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് നമ്മൾ 7 തിരിയോ 5 തിരിയോ ഉള്ള ഒരു വിളക്ക് കൊളുത്തി വടക്കോട്ടോ കിഴക്കോട്ടോ തിരിഞ്ഞിരിക്കുക. നമ്മൾ വടക്കോട്ടോ കിഴക്കോട്ടോ ആണ് എല്ലാ നല്ല കാര്യങ്ങളും തിരിഞ്ഞിരിക്കേണ്ടത്. നമ്മൾ പഠിക്കുന്ന കുട്ടികൾ വടക്കോട്ടോ കിഴക്കോട്ടോ തിരിഞ്ഞിരുന്ന് പഠിക്കുക. അതേപോലെ നാമം ജപിക്കുന്ന സമയത്തും ഇതേപോലെ തന്നെ വടക്കോട്ടോ അതുപോലെ കിഴക്കോട്ടോ തിരിഞ്ഞിരിക്കുക. നമ്മൾ ഇരുന്ന് കഴിഞ്ഞു. ഇനി കൃത്യമായിട്ട് ജപിക്കേണ്ട വിധി പറയുകയാണ്. ആദ്യമായി ഗുരുസ്മരണ, ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു എന്ന് തുടങ്ങിയതോ അല്ലെങ്കിൽ സമാനമായ ഒരു ഗുരുസ്മരണ നടത്തുക. ശേഷം 9 ഗായത്രി ജപിക്കണം. ശേഷം 4 ധ്യാനങ്ങൾ, സിന്ദൂരാർണ വിഗ്രഹം എന്ന് തുടങ്ങുന്ന 4 ധ്യാനങ്ങൾ ഈ ലളിതാ സഹസ്രനാമത്തിനുണ്ട്. ഈ ലളിതാ സഹസ്രനാമത്തിൽ ഈ 4 ധ്യാനങ്ങൾ ജപിക്കണം. ശേഷം ലളിതാ സഹസ്രനാമം നാമാവലിയോ സ്തോത്രമോ ജപിക്കണം. വിശേഷ അവസരങ്ങളിൽ നാമാവലിയാണ് ഏറ്റവും നല്ലത്, അല്ലാത്തപ്പോൾ സ്തോത്രവുമാണ് ജപിക്കേണ്ടത്. ഈ സ്തോത്രരൂപം എന്ന് പറയുന്നത് ഓം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി എന്ന് തുടങ്ങുന്നതാണ് സ്തോത്രരൂപം. നാമാവലി രൂപം ഓം ശ്രീമാത്രേ നമഃ, ഓം ശ്രീ മഹാരാജ്ഞി നമഃ എന്ന് തുടങ്ങുന്നത് ഈ രീതിയിലുള്ളതാണ് നാമാവലി രൂപം. ഇങ്ങനെ നാമാവലി രൂപം വിശേഷ അവസരങ്ങളിൽ ജപിക്കണം. ശേഷം ജപത്തിന് ശേഷം വീണ്ടും ധ്യാനങ്ങൾ 4 ചൊല്ലണം. സിന്ദൂരാർണ വിഗ്രഹം എന്ന് തുടങ്ങുന്ന ധ്യാനങ്ങൾ ചൊല്ലണം. അതിനുശേഷം 9 ഗായത്രി. ശേഷം താഴെ പറയുന്ന നമസ്കാര ശ്ലോകം ചൊല്ലി മനസ്സുകൊണ്ടും അല്ലാതെയോ നമസ്കരിക്കണം. ആ നമസ്കാര ശ്ലോകം ഇങ്ങനെയാണ്: ഭക്തിം ഭാഗ്യം യശജ്ഞാതീം വിദ്യാം ബുദ്ധിം ശ്രിയം ബലം ആയുഷ്യം മുക്തിരാരോഗ്യം ദേഹി മേ പരമേശ്വരി. ഹേ പരമേശ്വരി, എനിക്ക് ഭക്തിയും ഭാഗ്യവും യശസ്സും പുത്രപൗത്രാദി ബന്ധുക്കളെയും വിദ്യയും ബുദ്ധിയും ശ്രീയും ബലവും ആയുസ്സും ആരോഗ്യവും മുക്തിയും തന്നാലും, അല്ലയോ പരമേശ്വരി, നീ എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തന്നാലും എന്നുള്ള ആ നമസ്കാര ശ്ലോകം അത് ചൊല്ലുക. ഭക്തിം ഭാഗ്യം യശജ്ഞാതീം വിദ്യാം ബുദ്ധിം ശ്രിയം ബലം ആയുഷ്യം മുക്തിരാരോഗ്യം ദേഹി മേ പരമേശ്വരി. ഇത് അനുഷ്ഠിക്കുന്ന ദിവസം നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലുമൊക്കെ മിതത്വം പാലിക്കുക. നമ്മൾ ദേഷ്യപ്പെടാനോ സങ്കടപ്പെടാനോ ഒന്നും പാടില്ല. അരിയാഹാരം ഒരു നേരം, കഴിയുന്നത്രയും വൈകിട്ടത്തെ ആഹാരം ഒഴിവാക്കിയാൽ നന്ന്. പകൽ ഉറക്കം പാടില്ല, രാത്രിയിൽ ഉറക്കം ഇളയ്ക്കുവാനും പാടില്ല. ക്ഷേത്ര ദർശനം നടത്തിയാൽ വളരെ നന്ന്. ഇങ്ങനെയുള്ള നിഷ്ഠകളോടുകൂടി വിശേഷ ദിവസങ്ങളിലോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിനമോ നടത്തിയാൽ ഭഗവതിയുടെ കൂടെ ചേർന്ന് നമുക്ക് പോകാൻ സാധിക്കും. ഭഗവതി നമ്മളോടൊപ്പം കാണും. നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഭഗവതി അറിയുകയും അറിഞ്ഞു കണ്ട് പ്രവർത്തിക്കുകയും അനുഗ്രഹം തരികയും ചെയ്യും.
ഇതാണ് ആചാര്യന്മാർ നമുക്കായി തന്നിട്ടുള്ള ഒരു ലളിതമായ വിധി, ലളിതാ സഹസ്രനാമ വിധി, ഭക്തന്മാർക്കുള്ള വിധി. എൻ്റെ ഈ ചാനൽ അത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഇതിനകത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അടുത്ത ഇഷ്ടക്കാർക്ക്, സുഹൃത്തുക്കൾക്ക്, ബന്ധുമിത്രാദികൾക്ക് ഇതൊന്ന് അയച്ചു കൊടുക്കുകയും ചെയ്താൽ വളരെ നന്നായിരുന്നു. നമസ്കാരം.